പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ കാത്തിരുന്ന് BJPക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കേട്ടിരുന്നത് മിക്കവാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ K. സുരേന്ദ്രൻ തുടരും. എന്നാൽ ആ ചർച്ചകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കുത്തക മുതലാളി, അയാൾ കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് വലിയ തോതിലുള്ള അർമാദമായിരുന്നു. എന്താണ്, ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ഉത്സവമായിരുന്നു. എന്നാൽ അതിനിടയിൽ സുരേന്ദ്രൻ തുടരുമെന്ന് കേട്ടിരുന്നു, V. മുരളീധരൻ ആകുമെന്ന് കേട്ടിരുന്നു, MT രമേശ് ആകുമെന്ന് കേട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ജേക്കബ് തോമസിനുള്ള സാധ്യതകളെ കുറിച്ചിട്ട് പറഞ്ഞു കേട്ടിരുന്നു, ശോഭാ സുരേന്ദ്രൻ ആകുമെന്ന് കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പല 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 പേരുകളും നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അവസാനം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ഒരു കുത്തക മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നു. എത്രാമത്തെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നുള്ളത് ഇപ്പം എനിക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയോ പേര്, CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, V. മുരളീധരൻ, പിന്നെ K. സുരേന്ദ്രൻ, ഇത്രയും പേരാണ് ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അവരെല്ലാം മാറി ഇപ്പം ദാ ഇയാളിൽ വന്നിരിക്കുന്നു. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ എന്താണ് ശോഭാ സുരേന്ദ്രൻ ആകും എന്നുള്ളതായിരുന്നു ഏറ്റവും അവസാന റൗണ്ട് വരെ നമ്മൾ കേട്ടിരുന്നത്. എന്തായാലും ആ നിർണായക യോഗത്തിലേക്കൊക്കെ ശോഭാ സുരേന്ദ്രൻ വരാൻ താമസിച്ചു. അത് തനിക്ക് അങ്ങോട്ട് വരാനുള്ള കാറ് കിട്ടാതിരുന്നത് കൊണ്ടാണ് എന്നുള്ള പൊട്ടത്തിനെ അവർ വിളിച്ചു പറഞ്ഞ് നമ്മളെല്ലാം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അത് കഴിഞ്ഞ് വന്നെങ്കിലും അവർ ഈ രാജീവ് ചന്ദ്രശേഖർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖര് സ്വന്തം അനുഭവം പോലും എഴുതി വായിക്കുന്ന പരമദയനീയ കാഴ്ച നമ്മൾ കണ്ടു. എൻ്റെ ഒരു ചെറിയ ഓഡിയോ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അയാളെക്കുറിച്ച്, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അയാളെക്കുറിച്ച് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ഒരു ഏതാനും 3-4 വാചകങ്ങൾ അയാളുടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓഡിയോയിൽ ഇനി ഒന്ന് കേൾപ്പിക്കാം. അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന, തൃശൂരിൽ പഠിച്ച, 8 സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച, അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത, 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ സുഹൃത്തുക്കളെ കേട്ടല്ലോ. അങ്ങനെ ഒരാൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതായത് 2026 BJP അധികാരത്തിൽ കയറ്റുമെന്നൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇതിപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമുക്ക് കാണാം. അല്ലാതെ ഇപ്പം നമുക്ക് പറയാൻ പറ്റുമോ അതിനെക്കുറിച്ച്? സുഹൃത്തുക്കളെ, ഈ രാജീവ് ചന്ദ്രശേഖറുടെ നിയമനത്തിൻ്റെ പുറകിൽ ഒരുപാട് അന്തർനാടകങ്ങൾ ഡൽഹിയിൽ അരങ്ങേറിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4-5 പേരെ അവർ അങ്ങോട്ട് വിളിച്ചിരുന്നു. V. മുരളീധരൻ അതിലുണ്ടായിരുന്നു. വെച്ചാൽ അടുത്ത 3 വർഷം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് മുരളീധരൻ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, ജേക്കബ് തോമസ്, അങ്ങനെ 4-5 പേരെ അവർ വിളിച്ചിരുന്നു. വിളിച്ച് അവരിൽ നിന്നൊക്കെ തന്നെ ഫീഡ്ബാക്ക് എടുത്തു. അടുത്ത 3 വർഷം എന്ത് ചെയ്യും എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് ഫീഡ്ബാക്ക് എടുത്തു. ഫീഡ്ബാക്ക് എടുത്തപ്പോൾ ആ ഫീഡ്ബാക്കിലും കേരളത്തിൽ നിന്നുള്ള പിന്തുണയുടെയൊക്കെ കാര്യത്തിലും ബഹുദൂരം മുന്നിൽ നിന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രന് പല നെഗറ്റീവുകളുണ്ട്. ചില സാമ്പത്തിക ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്കെതിരെ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അവർ ബഹുദൂരം മുന്നിലായിരുന്നു മറ്റുള്ളവരെക്കാൾ. അതിന് പല കാരണങ്ങളുള്ള നമുക്കറിയാലോ. ഒന്ന്, അവരെവിടെ മത്സരിച്ച് കഴിഞ്ഞാലും അവിടെ വോട്ട് കൂട്ടും. അതിൻ്റെ കാരണം എന്തോ ആയിക്കൊള്ളട്ടെ. എന്തായാലും അതിപ്പം പാലക്കാടായാലും കഴക്കൂട്ടത്തായാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയായാലും എവിടെയായാലും അവർ മത്സരിച്ച് കഴിഞ്ഞാൽ അവർ വോട്ട് കൂട്ടും. 2, അവരൊരു സ്ത്രീയാണ്. കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1048 സ്ത്രീകളാണ്.
ഒരു രാഷ്ട്രീയ പാർട്ടികളിലും നേതൃസ്ഥാനത്ത് സ്ത്രീകളില്ല. CPM-ൻ്റെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 17-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയാണുള്ളത്. അപ്പോൾ ആ സ്ഥാനത്ത് ഒരു വനിത BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ നേട്ടം. 3, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പിണറായി വിജയനെതിരെ നടത്തുന്നു എന്നുള്ളൊരു പ്രതിച്ഛായ, ശക്തമായിട്ടുള്ള നിലപാട്. ലളിത ജീവിതം പുറമെ കാണുമ്പോൾ ലളിത ജീവിതം, ഇങ്ങനെ ഒരു 3-4 പ്രധാനപ്പെട്ട വമ്പൻ നേട്ടങ്ങൾ, പ്ലസ് പോയിന്റുകൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി, PK കൃഷ്ണദാസ്, ഈ പറഞ്ഞവരൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത് എന്ന് കേൾക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിനും ശോഭാ സുരേന്ദ്രൻ വരുന്നത് സംബന്ധിച്ച് ചില അനുകൂല നിലപാടുകൾ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനാകട്ടെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു 4-5 നേതാക്കന്മാർ അതിശക്തമായിട്ടുള്ള സ്വാധീനം കേന്ദ്രത്തിൽ ചെലുത്തുന്നുണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിൽ V. മുരളീധരനുണ്ട്, അതിൽ K. സുരേന്ദ്രനുണ്ട്, പാലക്കാട് നിന്നുള്ള കൃഷ്ണകുമാറുണ്ട്, അയാളുടെ ഭാര്യയുണ്ടെന്നും കേൾക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള VV രാജേഷുമുണ്ട്. ഈ 4-5 പേര് വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ ശോഭാ സുരേന്ദ്രനെതിരെ ഡൽഹിയിൽ നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവർക്കൊന്നും അവരുടെയൊക്കെ രാഷ്ട്രീയം ഏതാണ്ട് അവസാനിച്ച പോലെയാകും എന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമ്മർദ്ദവുമായി അവരവിടെ ചെന്നു. അവരുടെ ഏറ്റവും വലിയ കയ്യാളായി അവിടെ പ്രവർത്തിക്കുന്നത് BL സന്തോഷ് എന്ന് പറയുന്ന BJP-യുടെ ദേശീയ ജനറൽ സെക്രട്ടറി. ഏറ്റവും വലിയ ശക്തനാണ് അദ്ദേഹം. മോഡിയിലും അമിത്ഷായിലും ഒക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്. അയാളുടെ നേതൃത്വത്തിൽ കർണാടകത്തിൽ വമ്പൻ പരാജയം BJPക്ക് ഉണ്ടായിട്ടും അയാളുടെ രോമം പോലും അനങ്ങിയില്ല. അപ്പോൾ വലിയ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അയാൾ വഴിയാണ് ഈ മുരളീധര സുരേന്ദ്ര VV രാജേഷ് കൃഷ്ണകുമാർ സഖ്യം സ്വാധീനം ചെലുത്തിക്കൊണ്ടത്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇവർ തീർന്നു. 2, ഈ സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിലാണ്ട് 30 മണ്ഡലം പ്രസിഡന്റുമാരെ മറ്റോ കേരളത്തിൽ വെച്ചിട്ടുണ്ട്. ആ 30 മണ്ഡലം പ്രസിഡന്റുമാരിൽ ബഹുഭൂരിപക്ഷം പേരെയും ശോഭാ സുരേന്ദ്രൻ വന്നാൽ മാറ്റുമെന്നുള്ള ഉറപ്പാണല്ലോ. ഈ 30 മണ്ഡലം പ്രസിഡന്റുമാരും സുരേന്ദ്രനെയും മുരളീധരൻ്റെയും ഒക്കെ ആളുകളാണ് എന്നുള്ളതും അവർക്ക് പ്രശ്നമായിരുന്നു. അവരത്തരത്തിലുള്ള വലിയ സ്വാധീനം അവർ ചെലുത്തി. പക്ഷെ ആ സ്വാധീനം അവർ ചെലുത്തിയെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യത കുറയുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നപ്പോൾ അവർ വേറെ ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഇപ്പം ജനപിന്തുണയാണ് നോക്കുന്നതെങ്കിൽ ക്രൗഡ് പുള്ളറാണല്ലോ സുരേഷ് ഗോപി. അതുകൊണ്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപി ആയിക്കൂടാ? സുരേഷ് ഗോപിയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിക്കൂടെ? കാരണം അയാൾ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ക്രൗഡ് പുള്ളറാണ് എന്ന് പറഞ്ഞു. ആ നിലയിലേക്ക് ചർച്ച പോയി. പക്ഷേ 2-3 പ്രാവശ്യം സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും സുരേഷ് ഗോപി ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ എംഫാറ്റിക് നോ എന്ന് അയാൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്നതും വരെ സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു. അതും ഒന്നും വരെ പോയില്ല. കാരണം ഈ ശോഭാ സുരേന്ദ്രൻ്റെ സ്വാധീനം ഇങ്ങനെ വർദ്ധിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അവർ BL സന്തോഷ് വഴി അവിടെ സ്വാധീനം ചെലുത്തി. വേറെ ചില പേരുകളൊക്കെ പറയാൻ നോക്കിയ പേരുകളൊന്നും നടന്നില്ല. അങ്ങനെയാണ് അവസാനം രാജീവ് ചന്ദ്രശേഖറിലേക്ക് ചർച്ചകൾ എത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിലേക്ക് ചർച്ച എത്തിയപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവർ നോക്കുമ്പോൾ എന്താണ്, രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മലയാളം പോലും അറിയാൻ പാടില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ആ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പപ്പറ്റ് പ്രസിഡന്റ് ആയിരിക്കും എന്ന് അവർക്ക് ഈ മുരളീധര സുരേന്ദ്ര സഖ്യത്തിന് ബുദ്ധിയായി. അപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കും എന്നവർക്ക് ബോധ്യമായി. രാജീവ് ചന്ദ്രശേഖറിൻ്റെ മേലിൽ BL സന്തോഷിനും നല്ല സ്വാധീനമുണ്ട് എന്നുള്ളത് ഉറപ്പായി. രാജീവ് ചന്ദ്രശേഖരൻ ഒരു അപ്പൊളിറ്റിക്കൽ മനുഷ്യനായിട്ട് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് ഈ മുരളീധര സുരേന്ദ്ര സഖ്യത്തിൻ്റെ രാഷ്ട്രീയം അവിടെ കൊണ്ടുവരാം എന്നുള്ളത് അവർക്ക് ഉറപ്പായി. അങ്ങനെയാണ് BL സന്തോഷിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറെ ഈ സഖ്യം അവരോധിച്ചത്.
ഫലത്തിൽ എന്ത് സംഭവിച്ചു? ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എന്ന് പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രന് വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. അവർ വലിയ അസ്വസ്ഥതയിലാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തതാണ്. അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അന്തർനാടകം. അതിലെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ BL സന്തോഷാണ്. മറ്റ് കളിക്കാരെന്ന് പറയുന്നത് വി മുരളീധരനും പിന്നെ കെ സുരേന്ദ്രനും VV രാജേഷും കൃഷ്ണകുമാറും ഒക്കെയാണ്. എന്തായാലും ഈ BJP എന്ന് പറഞ്ഞ പാർട്ടി കുറെ വർഷങ്ങളായി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അതേ ആളുകൾ തന്നെ, അതായത് മുരളീധരനും സുരേന്ദ്രനും കൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ള അതേ ആളുകൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരർത്ഥത്തിൽ അവർ നേരിട്ട് BJP ഭരിക്കുന്നതിനേക്കാൾ സൗകര്യമാണ് അവർക്കിതിലൂടെ ലഭിച്ചിരിക്കുന്നത്. സ്വന്തം ഈ പറഞ്ഞതുപോലെ അനുഭവം പോലും, താൻ ആരായിരുന്നു എന്നുള്ള അനുഭവം പോലും നേരിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അയാളുടെ പുറകിൽ നിന്നുകൊണ്ട് ഇനി രാഷ്ട്രീയം ഇവർക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ അത് BJPയുടെ അണികൾ എങ്ങനെ എടുക്കും, BJP എങ്ങനെയായിരിക്കും അതിലൂടെ വളരാനാണോ തളരാനാണോ പോകുന്നത് എന്നുള്ളതൊക്കെ വഴിയെ നമുക്ക് ബോധ്യപ്പെടും. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, വലിയ അന്തർനാടകങ്ങൾക്ക് ഒടുവിലാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നിരിക്കുന്നത്. അയാളൊരു പപ്പറ്റ് പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. BJPയെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയന്ത്രിച്ചിരുന്ന അതേ സംഘം കോട്ടറി തന്നെ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJPയെ ഇനിയും വരും കാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ട് എന്ന് തോന്നുന്നില്ല.